ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ രാഖ് എന്ന ക്രൈം ത്രില്ലർ വെബ് സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സീരീസിലേക്ക് കടക്കാം. സീരീസിന്റെ തുടക്കത്തിൽ തന്നെ ചിത്ര എന്ന പേരിലുള്ള ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. ഇവരിപ്പോൾ ഒരു സ്കൂളിലാണ്. ഈ കഥ 70കളിൽ നടക്കുന്ന രീതിയിലാണ് തുടങ്ങുന്നത്. സ്കൂൾ വിട്ട ഉടനെ അവിടെ ഒരു ബസ് വരും. ആ ബസ് പിടിച്ചാലേ ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ പറ്റുള്ളൂ. ഒരുപക്ഷെ ആ ബസ് മിസ്സായാൽ പിന്നെ വേറെ ബസ്സില്ല. അതുകൊണ്ട് തന്നെ അനിയ വേഗം വാടാ എന്ന് അവൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ കൂട്ടുകാരോടൊക്കെ സംസാരിച്ച് വരാൻ വൈകുന്നു. അങ്ങനെ അവർക്ക് കിട്ടേണ്ടിയിരുന്ന ബസ് മിസ്സാവുകയാണ്. ഇതിൽ ആ ചേച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോൾ അവർക്കും വേറെ വഴിയില്ല. എപ്പോഴൊക്കെ ബസ് മിസ്സാവുന്നോ അപ്പോഴൊക്കെ റോഡിലൂടെ പോകുന്ന കാറുകളിൽ ലിഫ്റ്റ് ചോദിച്ചാണ് രണ്ടുപേരും അവിടെ നിന്നും പോവാറുള്ളത്. അങ്ങനെ ആ ചിത്ര തൻ്റെ അനിയനുമായി വീട്ടിലേക്ക് വരുമ്പോൾ ചിത്രയുടെ അമ്മയാണ് കാണിക്കുന്നത്. അവരൊരു ടീച്ചറാണ്. അടുത്ത ദിവസം രാവിലെ ചിത്ര വളരെ സന്തോഷത്തോടെ ഒരു സ്ഥലത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അമ്മ സ്വന്തം കമ്മലൂരി മകൾക്ക് ഇട്ടു കൊടുക്കുകയാണ്. ഇന്ന് ചിത്ര റേഡിയോയിൽ പാട്ട് പാടാൻ പോവുകയാണ്. വൈകുന്നേരം മറക്കാതെ റേഡിയോ വെച്ച് കേൾക്കണം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ബസ് പിടിക്കാൻ പോകുന്നു. എന്നാൽ സുരക്ഷയ്ക്ക് വേണ്ടി അനിയനെയും കൂടെ കൂട്ടാൻ അമ്മ പറയുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആവുന്നു. ആ ടീച്ചർ അമ്മ സ്കൂളൊക്കെ കഴിഞ്ഞ് വരികയാണ്. ചിത്രയുടെ അച്ഛൻ ഒരു ആർമിക്കാരനാണ്. അദ്ദേഹവും ജോലി കഴിഞ്ഞ് വന്ന് റേഡിയോ ഓൺ ചെയ്ത് വെച്ച് മകളുടെ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നു. എന്നാൽ അവർക്ക് അവിടെ ഒരു വലിയ ഷോക്കാണ് കിട്ടുന്നത്. കാരണം അവിടെ നമ്മുടെ ചിത്രയുടെ പാട്ടല്ല കേൾക്കുന്നത്, പകരം വേറൊരു പെൺകുട്ടിയാണ് പാടുന്നത്. ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൾക്ക് ബസ് മിസ്സായി കാണും, റേഡിയോ സ്റ്റേഷനിൽ എത്താൻ വൈകി കാണും. അതുകൊണ്ടായിരിക്കും പാടാൻ കഴിയാതിരുന്നത്. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആ ആർമിക്കാരൻ ബൈക്ക് എടുത്ത് റേഡിയോ സ്റ്റേഷനിലേക്ക് വരുന്നു. എന്നാൽ അവിടെ വന്ന് ചോദിക്കുമ്പോഴാണ് സ്വന്തം മകൾ അവിടെ വന്നിട്ടേ ഇല്ല എന്ന വിവരം അവരറിയുന്നത്. ആ റേഡിയോ സ്റ്റേഷൻ അവിടെ അടച്ചുപൂട്ടുകയും ചെയ്യുന്നു. അദ്ദേഹം വല്ലാതെ ഞെട്ടിപ്പോവാണ്. ഭാര്യയെ വിളിച്ച് ഈ വിവരം പറയാണ്. അവർ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെ വീട്ടിലേക്കൊക്കെ വിളിച്ച് ചിത്ര അവിടെ വന്നിരുന്നോ എന്ന് അന്വേഷിക്കുന്നു. ആ രാത്രി മുഴുവൻ ആ അച്ഛൻ സ്വന്തം മകളെയും മകനെയും ആ നാടാകെ അന്വേഷിച്ച് നടക്കുകയാണ്. കട്ട് ചെയ്താൽ ബാബു എന്ന പേരുള്ള ഒരാളെയും രാജ് എന്ന പേരുള്ള മറ്റൊരാളെയും കാണിക്കുന്നു. ഇവർ രണ്ടുപേരും കൂട്ടുകാരാണ്. രണ്ടുപേരും ഒരേ ഹോസ്റ്റലിൽ വളർന്നവരാണ്. വളരെ മോശക്കാരായ രണ്ടുപേർ. ഇവരിപ്പോൾ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുന്നിലെ സീറ്റിൽ ഒരു സേട്ട് കാമുകിയോടൊപ്പം വളരെ സന്തോഷത്തോടെ സിനിമ കാണാണ്. അത് ഇവർക്ക് രണ്ടുപേർക്കും തീരെ പിടിക്കുന്നില്ല. ഇപ്പോൾ ആ സേട്ട് ബാത്റൂമിൽ പോകുമ്പോൾ ബാത്റൂമിൽ ചെന്ന് ആ സേട്ടിനെ തല്ലിയിട്ട് പോക്കറ്റിലുള്ള പൈസ അടിച്ചു മാറ്റാൻ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നു. എന്നാൽ പോക്കറ്റിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അയാളുടെ കോട്ട് അടിച്ചു മാറ്റി അവർ ആ തിയേറ്ററിൽ നിന്ന് ഓടുകയാണ്. കട്ട് ചെയ്താൽ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ കാണാം. അവിടേക്ക് നമ്മുടെ ഹീറോയുടെ അച്ഛൻ മട്ടൻ കറിയും കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഈ സ്റ്റേഷനിൽ പോലീസ് ആയിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനായ നമ്മുടെ ഹീറോ ഇതേ സ്റ്റേഷനിൽ SI ആയി ജോലി ചെയ്യുന്നതായും കൂടാതെ ഉപരിപഠനവും നടത്തുന്നതായും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടെ ഈ അച്ഛൻ മട്ടൻ കറിയും കൊണ്ടുവരും. ആ മട്ടൻ കറി കഴിക്കാൻ അവിടെ വലിയൊരു ഫാൻസ് പട തന്നെയുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് അച്ഛൻ ഇങ്ങനെ വന്ന് മട്ടൻ കറി വിളമ്പുന്നതൊന്നും തീരെ ഇഷ്ടമല്ല. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അതായത് ഈ ആർമിക്കാരന്റെ മക്കളെ കാണാനില്ല എന്ന കേസാണ് വരുന്നത്. അദ്ദേഹവും തന്റെ ടീമിനെയും കൂട്ടി വേഗത്തിൽ ആ വീട്ടിലേക്ക് പോകുന്നു. ആ ആർമിക്കാരനോടും അദ്ദേഹത്തിന്റെ ഭാര്യയോടും കുട്ടികളുടെ ഫോട്ടോസ് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുന്നു. ആ ഫോട്ടോസ് കണ്ട ശേഷം അവരെവിടേക്കാണ് പോയത്, എങ്ങനെയാണ് പോയത് എന്ന വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ആ വീട്ടിലേക്ക് ഒരു കോൾ വരികയാണ്. ഏതോ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്, ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരണം എന്നവർ പറയുന്നു. ഇപ്പോൾ ആ സ്ഥലത്തേക്ക് പോയി നോക്കുന്ന ആ ആർമിക്കാരൻ ആകെ നടുങ്ങിപ്പോയി നെഞ്ചുപൊട്ടി കരയാണ്. എന്നാൽ പുറത്തു വന്ന പോലീസിനോട് ഇല്ല, ഇതെന്റെ മകളല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്കും അപ്പോൾ ഇദ്ദേഹത്തിന്റെ മക്കൾ പുറത്ത് തന്നെ കാണും, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന കാര്യത്തിൽ വലിയൊരു വാശി ഉണ്ടാവുന്നത്. ഇപ്പോൾ കഥ ഒരാഴ്ച പിന്നോട്ടേക്ക് പോകുന്നു. നേരത്തെ കാണിച്ച ആ ബാബുവും രാജുവും തിയേറ്ററിലെ സേട്ടിന്റെ കോട്ട് അടിച്ചു മാറ്റി അത് വിറ്റ് കുറച്ച് കാശുണ്ടാക്കി നാട്ടിലെ ഒതുക്കമുള്ളവരടുത്ത് ഒരു ചെറിയ വീട്ടിൽ ജീവിക്കുകയാണ്. അവിടെ ഇരുന്ന് അടുത്തത് എന്ത് ചെയ്യണം എന്ന് അവർ പ്ലാൻ ചെയ്യാണ്. കഥ പ്രസന്റിലേക്ക് വരുന്നു. നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അദ്ദേഹം ഡൽഹിയിലുള്ള ഒരു ഏരിയയിലേക്ക് വരുന്നു. അവിടെ കുറച്ച് മോശക്കാരായ ഗുണ്ടാ സംഘങ്ങളുണ്ട്. അതിലൊരാളെ പിടിച്ച് തല്ലിയിട്ട് ആർമിക്കാരന്റെ മക്കൾ എവിടെയാണടാ എന്ന് ചോദിക്കുകയാണ്. എനിക്കും അതിനും യാതൊരു ബന്ധവുമില്ല, എനിക്കറിയില്ല, ഇവിടെ മറ്റൊരു ഗ്യാങ് ഉണ്ട്, അവരെ പോയി കാണ് എന്ന് അയാൾ പറയുന്നു. ഇപ്പോൾ ആ നാടിന്റെ വെളിയിലുള്ള ഒരു ചെറിയ കാട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ ഹീറോയും ടീമും അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പോൾ വീണ്ടും കഥ ഒരാഴ്ച പിന്നോട്ടേക്ക് പോകുന്നു. ആ ബാബുവും രാജുവും ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ വീട്ടിൽ കയറി അവിടെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കണമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഉള്ളിൽ കയറി നോക്കുമ്പോൾ വീട്ടുകാരെല്ലാവരും നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഒരു പ്രായമായ അപ്പൂപ്പൻ മാത്രമേ അവിടെയുള്ളൂ. പറയാൻ തക്ക വലിയ സാധനങ്ങളൊന്നും അവിടെയില്ല. അതുകൊണ്ട് ആ വീട്ടിലൊരു പയ്യനെ ഇവർ തട്ടിക്കൊണ്ടുവരുന്നു. ഇപ്പോൾ ഭയങ്കര മഴ പെയ്യാണ്. കഥ പ്രസന്റിലേക്ക് വരുന്നു. നമ്മുടെ ഹീറോ ആ കുട്ടികളെ അന്വേഷിച്ച് കാടിനുള്ളിൽ പോകുമ്പോൾ മറ്റൊരു പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നു. ആ കുട്ടികൾ വീട്ടിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ഒരു വണ്ടിക്കാരൻ, അതായത് ഒരു 2 വീലർ യാത്രക്കാരൻ ലിഫ്റ്റ് കൊടുത്തിരുന്നുവെന്നും ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിടുമ്പോൾ ഭയങ്കര മഴ പെയ്തിരുന്നുവെന്നും അയാൾ പറയുന്നു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുക്കാണ്. ഈ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാട്ടിലൂടെ
ഒരു ആട്ടിടയൻ നടന്നു വരികയാണ്. അവനൊരു ഷൂ കിട്ടുന്നു. ഇതെന്ത് ഷൂ ആണെന്ന് നോക്കാൻ മുന്നോട്ടേക്ക് പോയപ്പോൾ അവിടെ ആ ആർമിക്കാരൻ്റെ 2 മക്കളും നമ്മുടെ ചിത്രയും അനിയനും മരിച്ചു കിടക്കാണ്. അത് കാണുന്ന അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ ആകെ ഞെട്ടിപ്പോവാണ്. ഉടനെ നമ്മുടെ ഹീറോയെ വിവരം അറിയിക്കുന്നു. ഹീറോ സംഭവ സ്ഥലത്തേക്ക് വരികയാണ്. ഈ ചിത്രയോടും അനിയനോടും ഏതോ ഒരു വ്യക്തി വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അവിടെ പ്രസ് മീഡിയകൾ എല്ലാവരും തടിച്ചുകൂടുന്നു. ഒരു ആർമിക്കാരന്റെ കുടുംബത്തിന് തന്നെയാണ് ഈ അവസ്ഥ എന്ന തരത്തിൽ പല ചോദ്യങ്ങളും അവർ ഉന്നയിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ആർമിക്കാരനും അവിടെ എത്തുന്നുണ്ട്. അവിടെ ചിത്രയും മകനെയും കണ്ട് അദ്ദേഹം പൊട്ടിക്കരയുന്നു. ഇത്രയേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞു എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. ഇപ്പോൾ ഹീറോയോട് കമ്മീഷണർ വന്ന് സംസാരിക്കുന്നുണ്ട്. ഇതൊരു വലിയ കേസാണ്, ആർമിയിൽ അയാൾ നല്ല പൊസിഷനിലാണ്, വെറുതെ വിടില്ല, വേഗം ആരാണിത് ചെയ്തതെന്ന് കണ്ടുപിടിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ 78-ലാണ് ആദ്യമായി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒന്ന് രൂപീകരിക്കുന്നത്. ഇപ്പോൾ ഹീറോ ആ ബോഡികൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുമ്പോൾ ഒരാൾ ആ സ്റ്റേഷനിലേക്ക് വരുന്നു. ചിത്രയ്ക്കും അനിയനും ഞാനാണ് സാർ ലിഫ്റ്റ് കൊടുത്തത്, ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു പോയി സാർ, ഇതാ ഈ ബസ് സ്റ്റാൻഡിലാണ് എന്ന് പറഞ്ഞ ആ ബസ് സ്റ്റാൻഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് ഹീറോ അന്വേഷിക്കുന്നുണ്ട്. അവരിറങ്ങുമ്പോൾ ഒരു 5-5:15 സമയം എന്നും അയാൾ പറയുന്നുണ്ട്. എന്നാൽ അവിടെ എത്ര തിരഞ്ഞിട്ടും ഒരു ചെറിയ തെളിവ് പോലും ഹീറോയ്ക്ക് ലഭിക്കുന്നില്ല. ആരായിരിക്കും ഇത് ചെയ്തതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല. ഇപ്പോൾ ചിത്രയെയും അനിയനെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആ ടീച്ചർ അമ്മയുണ്ടല്ലോ, അവരിതൊക്കെ കാണുന്നുണ്ട്. അവർക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇല്ല, ഇത് നമ്മുടെ കുട്ടികളല്ല എന്ന് വിചാരിച്ച് അവർക്ക് കരയാൻ പോലും കഴിയാതെ ഒരു സ്ഥലത്ത് അങ്ങനെ ധരിച്ചു നിൽക്കുകയാണ്. കട്ട് ചെയ്താൽ 6 ദിവസം പിന്നോട്ട് മുംബൈയാണ് കാണിക്കുന്നത്. ബാബു എന്ന പേരുള്ള ഒരാളുണ്ടല്ലോ, ആ 2 പേരിൽ പ്രധാനപ്പെട്ട വ്യക്തി. അവൻ അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ വരുന്നു. അവിടെയുള്ള ഒരു നഴ്സിനെ ബാബു പ്രണയിക്കുന്നുണ്ട്. ഉടനെ തന്നെ നമുക്ക് കല്യാണം കഴിക്കാമെന്നും നിന്നെ ഒരു റാണിയെ പോലെ നോക്കാമെന്നും അവൻ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്. ആ നഴ്സ് കുറച്ച് പേടിച്ചാണ് ഈ ബാബുവിനെ പ്രണയിക്കുന്നത്. മറുവശത്ത് ആ രാജിനെ കാണിക്കുന്നു. രാജ് ഇപ്പോൾ അവരുടെ താവളത്തിലാണ്. അവിടെ ഒരു പയ്യനുണ്ട്, അവന്റെ പേര് മണി. ആരാണ് ഈ പയ്യനെന്ന് ചോദിച്ചാൽ, നേരത്തെ ഇവർ 2 പേരും ഒരു വീട്ടിൽ മോഷണത്തിന് പോയിരുന്നല്ലോ, അവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഈ മണിയെയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ ആ മണിയുടെ അച്ഛനെ വിളിച്ചിട്ട് നിങ്ങളുടെ മകനെ തിരികെ വേണമെങ്കിൽ ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ആ ബാബു ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ പണം വാങ്ങാനാണ് ഇപ്പോൾ ഈ ബാബു ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ആ അച്ഛനും ഒരു ബാഗിൽ ആ 2 ലക്ഷം രൂപയുമായി വന്ന് ഒരു മാർക്കറ്റിൽ വെച്ചിട്ട് പോകുന്നു. ആ പയ്യനായ ബാബു അത് എടുക്കാൻ വരുന്നു. എന്നാൽ അതിനുള്ളിൽ അവിടെ പോലീസുകാർ വരികയാണ്. പോലീസിൽ നിന്നും രക്ഷപ്പെട്ട് ബാബു എങ്ങനെയൊക്കെയോ അവിടെ നിന്നും എസ്കേപ്പ് ആവുന്നുണ്ട്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വന്ന ഹീറോ എന്തൊക്കെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുകയാണ്. ചിത്രയുടെ ജീവൻ എങ്ങനെയാണ് എടുത്തതെന്നും ശരീരത്തിൽ 18 ഇടങ്ങളിൽ മുറിവുണ്ടായിരുന്നുവെന്നും തുടങ്ങി പല കാര്യങ്ങളും അവരവിടെ പറയുന്നു. ഇത് കേട്ട് വല്ലാത്ത ടെൻഷനിൽ ഹീറോ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവിടെ കമ്മീഷണർക്ക് ഹീറോയുടെ അച്ഛൻ മട്ടൻ കറി വിളമ്പി കൊടുക്കുകയാണ്. അച്ഛനോട് കുറച്ചു നേരം പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ട് ഹീറോ കമ്മീഷണറോട് തനിച്ച് സംസാരിക്കുന്നു. നീ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആർമിക്കാരന്റെ കേസ് വേറൊരു പോലീസിനെ ഏൽപ്പിക്കാൻ കമ്മീഷണർ പറയുന്നു. സാർ, ഞാൻ ഇപ്പോഴാണ് ഈ കേസിൽ സജീവമായി ഇറങ്ങിയത്. ആ കുട്ടികൾക്ക് ഒരു ബൈക്കുകാരൻ ലിഫ്റ്റ് കൊടുത്ത് ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. അവിടെ വെച്ചാണ് അവർക്കിത് സംഭവിച്ചത്. കുറച്ചധികം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ കുറ്റവാളിയെ കണ്ടുപിടിക്കും, കുറച്ച് സമയം തരൂ എന്ന് ഹീറോ ആവശ്യപ്പെടുന്നു. പക്ഷെ കമ്മീഷണർ അത് സമ്മതിക്കുന്നില്ല. മറുവശത്ത് കഥ വീണ്ടും 6 ദിവസം പിന്നോട്ടേക്ക് പോകുന്നു. ബാബു പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് ഓടി വരുന്നു. സുഹൃത്ത് രാജിനോട് നടന്ന കാര്യങ്ങൾ പറയുന്നു. ഇതിനു മുകളിൽ ഈ മണിയെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ അച്ഛന് എത്ര അഹങ്കാരമുണ്ട് എന്ന് പറഞ്ഞ് ബാബുവിന് വല്ലാതെ ദേഷ്യം വരികയാണ്. അതുകൊണ്ട് അവൻ മണിയുടെ കഥ അവിടെ വെച്ച് തന്നെ തീർക്കുന്നു. ഇത് കാണുന്ന സുഹൃത്ത് രാജന്, എടാ നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, നീ എത്ര ക്രൂരനാ എന്ന് തോന്നി വല്ലാത്തൊരവസ്ഥയിലാവുന്നു. ഇതിനു മുകളിൽ ഈ നാട്ടിൽ നിന്നാൽ നമ്മൾ സേഫ് ആയിരിക്കില്ല എന്ന് പറഞ്ഞ് 2 പേരും അവിടെ നിന്നും ഒളിവിൽ പോകുന്നു. ഇപ്പോൾ ഒരു ജേർണലിസ്റ്റിനെ കാണിക്കുകയാണ്. കഥ പ്രസന്റിലേക്ക് വരുന്നു. ഈ ജേർണലിസ്റ്റാണ് നമ്മുടെ ഹീറോയുടെ കാമുകി. ഹീറോ ഇപ്പോൾ വളരെ സങ്കടത്തിലാണ്. ഈ കേസ് കൈവിട്ടു പോവാണ്, നാളെ വേറൊരു പോലീസ് ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അവൻ കാമുകിയോട് പറയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു ചിന്ത വരുന്നത്. ഇന്ന് രാത്രി വരെ ഈ കേസ് എൻ്റെ കൺട്രോളിൽ തന്നെയാണല്ലോ, അങ്ങനെ ഇന്ന് രാത്രിക്കുള്ളിൽ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ കണ്ടുപിടിക്കും എന്നവൻ തീരുമാനിക്കുന്നു. അന്ന് രാത്രി ചിത്രയുടെ ബോഡി കിട്ടിയ അതേ സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ ആ അച്ഛനായ ആർമിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. സ്വന്തം മക്കളെ അദ്ദേഹത്തിന് ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ല. അത് പറഞ്ഞ ഹീറോയോട് അദ്ദേഹം വല്ലാതെ ഫീൽ ചെയ്ത് സംസാരിക്കുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ ഒരു ട്രെയിനാണ് കാണിക്കുന്നത്. 6 ദിവസം മുൻപുള്ള കഥ. ബാബുവും രാജും ആ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ട് ട്രെയിനിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഹീറോ പ്രസന്റിൽ ആ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു കാർ നിൽക്കുന്നത് അവൻ കാണുന്നുണ്ട്. ആ കാറിനകത്ത് നോക്കുമ്പോൾ ചുവന്ന ചില തെളിവുകൾ കിട്ടുന്നു. അടുത്ത ദിവസം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് ഇതെന്താണ് സാമ്പിൾ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് ചിത്രയ്ക്കും അനിയനും മുറിവേറ്റപ്പോൾ ഉണ്ടായ സാമ്പിൾ ആണെന്ന് അവർ കണ്ടെത്തുന്നു. അതുവഴി ഈ കാറിലാണ് ചിത്രയെയും അനിയനെയും തട്ടിക്കൊണ്ടുപോയതെന്ന് ഹീറോയ്ക്ക് ഉറപ്പാവുന്നു. ഇപ്പോൾ ഈ കാർ ആരുടേതാണ്, എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഹീറോ കമ്മീഷണറോട് ഈ രാത്രി ഞാനത് കണ്ടുപിടിച്ചു, ചുരുങ്ങിയത് ഒരു 48 മണിക്കൂറെങ്കിലും എനിക്ക് ഈ കേസ് തരണം, ഞാൻ എന്നെ കൊണ്ടാവുന്നത് കണ്ടുപിടിക്കാം എന്നാവശ്യപ്പെടുകയാണ്. കമ്മീഷണർ അത് സമ്മതിക്കുന്നു. ഇപ്പോൾ ഒരു അമ്പലമാണ് കാണിക്കുന്നത്. കഥ 5 ദിവസം പിന്നോട്ടേക്ക് പോകുന്നു. ബാബു മണിയെ കൊന്നത് സുഹൃത്തായ രാജിന് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പിന്നെ ബാബുവിനോട് മിണ്ടാതെയാണ് അവൻ കൂടെ നടക്കുന്നത്. നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ അമ്പലത്തിൽ വെച്ച് ബാബു അവനെ കൺവിൻസ് ചെയ്യുന്നു.
ബാബു എന്തു പറഞ്ഞാലും സുഹൃത്ത് അത് വിശ്വസിക്കും. ഇപ്പോൾ ആ സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ ആദരാഞ്ജലി ചടങ്ങുകൾ നടക്കുകയാണ്. അപ്പോഴാണ് സ്കൂളിലുള്ള എല്ലാവരും ഞെട്ടുന്നത്. ചിത്രയുടെ അമ്മയുണ്ടല്ലോ, അവർ സ്കൂളിലേക്ക് വരുന്നു. സ്വന്തം മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ച കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ സ്കൂളിലേക്ക് വന്നല്ലോ എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സ്റ്റാഫ് റൂമിലിരുന്ന് പേപ്പറുകൾ തിരുത്തുമ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് നിങ്ങൾക്ക് ലീവ് എടുക്കായിരുന്നില്ലേ, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്. എന്ത് സമയം, എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ഇന്ന് വൈകുന്നേരം പോലും അവൾ പാട്ട് പാടാൻ പോവല്ലേ എന്നൊക്കെയാണ് ആ അമ്മ പറയുന്നത്. മകൾ മരിച്ചെന്ന സത്യം ഉൾക്കൊള്ളാൻ അവർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കഥ 4 ദിവസം പിന്നോട്ടേക്ക് പോകുന്നു. ബാബുവും രാജും ഡൽഹിയിലുള്ള മറ്റൊരു കൂട്ടുകാരനെ കാണാൻ ഒരു പാർട്ടി നടക്കുന്ന ഹോട്ടലിലേക്ക് വരുന്നു. അവിടെ ഒരു പെൺവേഷം കെട്ടി അവരുടെ കൂട്ടുകാരൻ ഡാൻസ് കളിക്കുകയാണ്. ഇപ്പോൾ പാർട്ടി കഴിഞ്ഞ ശേഷം അവനെ കാണുകയാണ്. സത്യത്തിൽ ഈ പയ്യൻ രാജന്റെ കൂട്ടുകാരനാണ്. ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് തനിക്ക് ഒരുപാട് ക്രൂരതകൾ നേരിടേണ്ടി വരുന്നുണ്ടെന്നും പെൺവേഷം കെട്ടുന്നതുകൊണ്ട് പലരും തന്നോട് മോശമായി പെരുമാറുന്നുണ്ടെന്നും അവൻ സങ്കടത്തോടെ പറയുന്നു. അതിൽ ഷാബു എന്ന പേരുള്ള ഒരാൾ വളരെ ക്രൂരനാണെന്നും അവൻ പറയുന്നു. കഥ പ്രസന്റിൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പതിവ് പോലെ അച്ഛൻ കമ്മീഷണർക്കുള്ള മട്ടൻ കറിയുമായി നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് ഈ പോലീസുകാരെയൊക്കെ സോപ്പിടുന്നത്? നിങ്ങൾ ഇങ്ങനെ സോപ്പിടുന്നതുകൊണ്ട് മാത്രം എനിക്ക് കേസൊന്നും അവർ തരുന്നില്ല. എന്നെ വളരെ മോശമായിട്ടാണ് ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഹീറോ അച്ഛനെ ചീത്ത വിളിച്ച് അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു വിവരം ലഭിക്കുന്നു. അതായത് ആ കാറിന്റെ മുൻവശത്തെ സീറ്റിൽ നിന്നും 2 വ്യത്യസ്തമായ സാമ്പിളുകൾ കിട്ടിയിട്ടുണ്ട്. പിൻ സീറ്റിൽ നിന്ന് കിട്ടിയത് ചിത്രയുടെയും അനിയന്റെയും സാമ്പിളുകളാണ്. മുൻ സീറ്റിൽ ഉണ്ടായിരുന്നത് വേറെ 2 വ്യക്തികളുടെ സാമ്പിളുകളാണ്. അപ്പോൾ ആ 2 പേരായിരിക്കണം ഇത് ചെയ്തത്. ഒരുപക്ഷെ ആ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ അവർക്കും പരിക്കേറ്റിട്ടുണ്ടാവാം. അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അവർ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവാം. അവിടെ പോയി അന്വേഷിക്കാൻ പറയുന്നു. ഹീറോ രാത്രി പല ഹോസ്പിറ്റലുകളിലും അന്വേഷിക്കുന്നുണ്ട്. അതിൽ അല്പം സംശയാസ്പദമായി ഒരു ഡോക്ടർ ഒരു കഥ പറയുന്നു. ചെറിയ പൊള്ളലേറ്റ മുറിവുകളുമായി 2 പയ്യന്മാരെ ഇവിടെ വന്നിരുന്നു, താടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ലോക്കലിലുള്ള ഒരു പോലീസ് ആ 2 പേരെയും കണ്ടിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നും പേരും അഡ്രസ്സും ഒക്കെ എഴുതി വാങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ, അത് മാത്രം വാങ്ങിയില്ല, പക്ഷെ പേര് പ്യാരി കുമാർ, മോഹൻ കുമാർ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്ന് പറയുന്നു. കഥ 4 ദിവസം പിന്നോട്ടേക്ക് പോകുന്നു. ഈ വില്ലന്മാർ 2 പേരും കൂട്ടുകാരനെ കാണാൻ വന്നിരുന്നല്ലോ. തന്റെ കൂട്ടുകാരനോട് മോശമായി പെരുമാറുന്ന ആ ഷാബുവിനെ പോയി തല്ലാൻ ഇവർ 2 പേരും തീരുമാനിക്കുന്നു. ഷാബുവിന്റെ വീട്ടിൽ വന്ന് അവനെ ക്രൂരമായി മർദ്ദിക്കുന്നു. പ്രസന്റിൽ നമ്മുടെ ഹീറോ ഈ വില്ലന്മാർ 2 പേരും ഡൽഹിയിൽ വന്ന ഉടനെ അവർ താമസിച്ച സ്ഥലം വന്ന് പരിശോധിക്കുന്നു. അവിടെ കുറച്ച് സ്ത്രീകളുടെ ഡ്രസ്സുകളും പുരുഷന്മാരുടെ ഡ്രസ്സുകളും ഒക്കെ അവന് കിട്ടുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ആ 2 പേർക്കും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, ആ പാർട്ടിയിൽ ഡാൻസ് കളിക്കുന്നവൻ. അവന്റെ വിവരങ്ങളെക്കുറിച്ച് ഹീറോ മനസ്സിലാക്കുന്നു. പ്രധാനമായിട്ടും അവിടെ വലിയൊരു വാൾ ഹീറോ കാണുന്നു. അപ്പോൾ ഇതുപോലൊരു വാൾ ഉപയോഗിച്ചിട്ടായിരിക്കണം അവർ ആ ക്രൂരകൃത്യം ചെയ്തതെന്ന് ഹീറോ ഉറപ്പിക്കുന്നു. ഈ വാൾ ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ ഹീറോ ഇറങ്ങുകയാണ്. ആ വാൾ ആരുടേതാണെന്ന് അറിയാമോ? ആ ഷാബു ഉണ്ടല്ലോ, സുഹൃത്തിന് വേണ്ടി വില്ലന്മാർ 2 പേരും അടിക്കാൻ പോയവൻ. അവന്റെ വീട്ടിൽ നിന്നാണ് ആ വാൾ അവരെടുത്തത്. അങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോൾ റോഡിൽ ഒരു കാർ കിടക്കുന്നുണ്ടായിരുന്നു. ആ കാറും അവരടിച്ചു മാറ്റി. ആ കാറാണ് ഇപ്പോൾ ഹീറോ കണ്ടുപിടിച്ച കാറ്. ഒരു പാൽക്കാരനെയാണ് കാണിക്കുന്നത്. അയാൾ ഹീറോയുടെ അടുത്ത് വന്നിട്ട് നാട്ടിൽ നടന്ന ഈ സംഭവം ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറയുന്നു. എന്താണ് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ അന്ന് പാലെടുത്തുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇറങ്ങി. സൈക്കിളിൽ പോകുമ്പോൾ ഒരു കാറ് കടന്നുപോയി. അതിൽ ചിത്രയും അനിയനും ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആ കാർ ഒരു സ്ഥലത്ത് വെച്ച് കേടായപ്പോൾ ഞാൻ അടുത്തേക്ക് പോയി വാതിൽ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനുള്ളിൽ ആ കാറിലുണ്ടായിരുന്ന 2 പേർ വേഗത്തിൽ വണ്ടി എടുത്തു. അതിൽ എൻ്റെ കാല് ഒടിഞ്ഞു പോയി സർ എന്നയാൾ പറയുന്നു. ഇപ്പോൾ ഹീറോ ഒരു വീട്ടിൽ പോയിരുന്നല്ലോ, ആ വീടിന്റെ ഓണറെ കണ്ട് പ്യാരി മോഹൻ എന്ന് ആരെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നു. അത് ഒരാളുടെ പേരാണെന്നും 2 പേരല്ലെന്നും പാർട്ടിയിൽ വേഷം കെട്ടി ഡാൻസ് കളിക്കുന്ന ആളാണെന്നും ഹീറോയോട് അയാൾ പറയുന്നു. അയാൾ എപ്പോഴും ആ ഷാബുവിന്റെ വീട്ടിലാണ് ഉണ്ടാവുക. കാരണം ഷാബുവിന്റെ ടീമിലാണ് അയാൾ പാർട്ടിയിൽ ഡാൻസ് കളിക്കുന്നത് എന്ന് പറയാണ്. ഇപ്പോൾ ആ ഷാബുവിന്റെ വീട്ടിൽ പോയി നോക്കുമ്പോൾ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ വില്ലന്മാർ 2 പേരും ഷാബുവിന്റെ വീട്ടിൽ പോയിരുന്നല്ലോ. അങ്ങനെ ഷാബുവിനെ കൊന്ന് ഒരു പെട്ടിയിലാക്കിയിട്ടാണ് അവർ പോയത്. ഇപ്പോൾ ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ വളരെ മോശമായ അവസ്ഥയിലുള്ള ഷാബുവിന്റെ ബോഡിയാണ് കിട്ടുന്നത്. ഈ കഥ വീണ്ടും 3 ദിവസം പിന്നോട്ടേക്ക് പോകുന്നു. അന്ന് രാത്രി ഷാബുവിന്റെ വീട്ടിൽ പോയി സുഹൃത്തിന് വേണ്ടി ഷാബുവിനെ തല്ലുമ്പോൾ ആ സുഹൃത്ത് പേടിച്ച് അവിടെ നിന്നും ഓടിയിരുന്നു. ഇപ്പോൾ ആ സുഹൃത്തിനെ കണ്ട് നിനക്ക് വേണ്ടിയല്ലേടാ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നത്, നീ എന്തിനാടാ പേടിച്ചോടിയത് എന്ന് ചോദിച്ച് അവനെ ഇവർ ഉപദ്രവിക്കുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ ഹീറോ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു, അതായത് പ്രസന്റിൽ. വില്ലന്മാർക്കൊപ്പം ഉണ്ടായിരുന്ന ആ പുതിയ കൂട്ടുകാരനെ അന്വേഷിക്കുന്നു. ആ പുതിയ കൂട്ടുകാരൻ ഇപ്പോൾ വിവാഹം കഴിച്ച് ഭാര്യയോടൊപ്പം കഴിയുകയാണെന്ന് അവിടെയുള്ളവർ പറയുന്നു. കഥ വീണ്ടും 3 ദിവസം പിന്നോട്ടേക്ക് പോകുന്നു. ബാബുവും രാജും ഒരു പുതിയ കൂട്ടുകാരനെ തട്ടിക്കൊണ്ടുപോയി ഒരു കാട്ടിനുള്ളിൽ കൊണ്ടുവരുന്നു. നിനക്ക് വേണ്ടി ഷാബുവിനെ തല്ലാൻ പോയപ്പോൾ നീ എന്തിനാടാ പേടിച്ചോടിയത് എന്ന് ചോദിച്ചാൽ അവനെ കൊല്ലാൻ ഒരുങ്ങുന്നു. അപ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടിയെ ഇവർ കാണുന്നത്. ബാബുവിന് ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്നു. ആ കുട്ടി കാമുകനോടൊപ്പം ഒരു പൊന്തക്കാടിനടുത്ത് നിന്ന് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ കാമുകൻ അറിയാതെ ആ പെൺകുട്ടിയെ ഇവർ പിടിച്ചുകൊണ്ടുപോരുന്നു. ഓൾറെഡി 2 പേരും സൈക്കോകളാണ്. ആ പെൺകുട്ടിയെ കൊല്ലണമെന്ന് ഇവർ വിചാരിക്കുന്നു. പുതിയ കൂട്ടുകാരനായ ഈ ഡാൻസറുടെ കയ്യിൽ തന്നെ കൊടുത്ത് അവളെ കൊല്ലാൻ പറയുന്നു. എന്നാൽ അവിടേക്ക് ഒരു പോലീസുകാരൻ വരുന്നു.
അയാൾ വിസിലടിക്കുന്നത് കേട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടുന്നു. ഭാഗ്യത്തിന് ആ പെൺകുട്ടി രക്ഷപ്പെടുന്നു. വില്ലന്മാരുടെ കയ്യിൽ നിന്നും ഡാൻസറും രക്ഷപ്പെട്ട പോലീസിനോട് ഇവർ ഭയങ്കര മോശക്കാരാണ്, എന്നെ പിടിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞ് കരയുന്നു. അങ്ങനെയാണ് ആ ഡാൻസർ വില്ലന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. കഥ പ്രസന്റിലേക്ക് വരുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ ആർമിക്കാരൻ റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിത്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർ കൊടുക്കുന്നു. അത് കാണുമ്പോൾ അയാളുടെ കൈകളൊക്കെ വിറയ്ക്കുന്നുണ്ട്. കാരണം സ്വന്തം മകളെ ആ 2 രാക്ഷസന്മാർ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വേദനയാണ് നൽകുന്നത്. കട്ട് ചെയ്താൽ ഇപ്പോൾ ഹീറോയ്ക്ക് ഒരു വിവരം ലഭിക്കുന്നു. അന്ന് ആ ഡാൻസറെ രക്ഷിച്ച പോലീസുകാരനുണ്ടല്ലോ, ആ ഡാൻസറെ ഇപ്പോൾ ഒരു സെല്ലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അവനെ പോയി കണ്ട് ഹീറോ ബാബുവിൻ്റെയും രാജിൻ്റെയും പേര് ചോദിക്കുന്നു. പാൽക്കാരൻ പറഞ്ഞ അടയാളം വെച്ച് വരച്ച ചിത്രങ്ങളും കാണിച്ചു കൊടുക്കുന്നു. ഇവർ രണ്ടുപേരിൽ രാജ് എൻ്റെ സുഹൃത്താണ്. അവൻ വഴിയാണ് ബാബുവിനെ അറിയുന്നത്. അവർ നാട്ടിലേക്ക് വന്നതിന് ശേഷം വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എന്നൊക്കെ നടന്ന കാര്യങ്ങൾ അവൻ പോലീസിനോട് പറയുന്നു. ഇപ്പോൾ നമ്മുടെ ബാബുവിനെയും രാജിനെയും കാണിക്കുന്നു. അതായത് 3 ദിവസങ്ങൾക്ക് മുമ്പ് അവർ പുതുതായി മോഷ്ടിച്ച കാറിൽ പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് ചിത്രയും അനീനെയും കാണുന്നത്. അപ്പോഴാണ് ആ ക്രൂരകൃത്യം നടക്കുന്നത്. ആ സംഭവത്തിന് ശേഷം മെയിൻ വില്ലനായ ബാബുവിന് സാരമായി പരിക്കേൽക്കുന്നു. സുഹൃത്തായ രാജാണ് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. നേരത്തെ നമ്മുടെ ഹീറോ അവിടെ വെച്ച് അന്വേഷിച്ചിരുന്നല്ലോ. പോലീസുകാർ അന്വേഷിച്ച് നടക്കുന്ന കാര്യം അറിഞ്ഞ് അവർ രണ്ടുപേരും ഡോക്ടർമാരെ അറിയാതെ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഡൽഹി പോലീസും അവരെ അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി 2 ദിവസം മുമ്പ് തന്നെ അവർ സ്വന്തം നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. മെയിൻ വില്ലൻ സുഹൃത്തായ രാജിനോട് സ്വന്തം ഗ്രാമത്തിലേക്ക് പോകാൻ പറയുന്നു. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പിൻകോഡുള്ള സ്ഥലത്തേക്ക് വന്നാൽ മതി എന്ന് ബാബു അവനോട് പറയുന്നു. ചെലവിനായി അവൻ രാജിന്റെ കയ്യിൽ 2 കമ്മലുകൾ കൊടുക്കുന്നു. അത് ചിത്രയുടെ കമ്മലുകളായിരുന്നു. ടീച്ചർ അമ്മ മകൾക്ക് കൊടുത്ത അതേ കമ്മൽ. ഇപ്പോൾ പോലീസുകാർ പത്രങ്ങളിൽ ബാബുവിന്റെയും രാജിന്റെയും രേഖാചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുന്നു. കഥ വീണ്ടും 3 ദിവസങ്ങൾ പിന്നിലേക്ക് പോകുന്നു. രാജ് സ്വന്തം ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. അമ്മാവന്റെ വീട്ടിലാണ് അവൻ വളരുന്നത്. അവിടെ അവനൊരു മുറപ്പെണ്ണും ഉണ്ട്. രാജിന് അവന്റെ കുടുംബത്തിൽ യാതൊരു വിലയുമില്ല. അതുകൊണ്ടാണ് അവൻ ബാബുവിനോടൊപ്പം ചേർന്ന് ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് വന്നിട്ട് പോലും സ്വന്തം കുടുംബത്തിൽ അവന് യാതൊരു വിലയുമില്ല. പ്രസന്റിൽ വരുമ്പോൾ ഹീറോ ആ ഡാൻസറോട് സംസാരിച്ചതിലൂടെ രാജ് തന്റെ സുഹൃത്താണെന്നും രാജിന്റെ ഗ്രാമം എവിടെയാണെന്നും മനസ്സിലാക്കുന്നു. ഗ്രാമത്തിൽ വെച്ച് രാജിനെ പിടിക്കാമെന്ന് കരുതി പ്രസന്റിൽ ഹീറോ അവിടെ എത്തുമ്പോൾ രാജ് ഇന്നലെ തന്നെ ഗ്രാമം വിട്ടുപോയെന്ന് അമ്മാവൻ പറയുന്നു. അമ്മാവന്റെ ഭാര്യയും മകളും രാജ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ വളരെ മോശമായിട്ടാണ് പെരുമാറിയതെന്നും തങ്ങളെ ഉപദ്രവിച്ചുവെന്നും അവിടെ പറയുന്നുണ്ട്. ഹീറോ രാജിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ആദ്യമായി ഹീറോയ്ക്ക് രാജിന്റെ യഥാർത്ഥ ഫോട്ടോ ലഭിക്കുന്നത്. കഥ 2 ദിവസം പിന്നോട്ടേക്ക് പോകുന്നു. രാജ് ഗ്രാമത്തിൽ നിൽക്കുമ്പോൾ ന്യൂസ് പേപ്പറിൽ തന്റെയും ബാബുവിന്റെയും രേഖാചിത്രങ്ങൾ വന്നിരിക്കുന്നത് കാണുന്നുണ്ട്. ഉടനെ കൂട്ടുകാരനെ വിളിച്ചിട്ട്, എടാ നമ്മുടെ ഫോട്ടോ പത്രത്തിലൊക്കെ വന്നു, എല്ലാവരും നമ്മളെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു, എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പിൻകോഡിലേക്ക് നീ ഉടനെ വരാൻ ബാബു ആവശ്യപ്പെടുന്നു. പ്രസന്റിൽ ഹീറോ രാജുവും ബാബുവും എങ്ങോട്ടേക്കാണ് രക്ഷപ്പെട്ടു പോയതെന്ന് അന്വേഷിക്കുകയാണ്. ഇവിടെ കമ്മീഷണർ കൊടുത്ത ആ 2 ദിവസത്തെ സമയം അവസാനിക്കുകയാണ്. മുകളിൽ നിന്ന് കമ്മീഷണർക്കും വലിയ പ്രഷർ വരുന്നുണ്ട്. നാട്ടിൽ പലയിടത്തും പ്രക്ഷോഭങ്ങൾ നടക്കുന്നതുകൊണ്ട് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള പോലീസുകാരെ ഏൽപ്പിക്കാൻ അവർ പറയുന്നു. ഹീറോ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച വിവരങ്ങളെല്ലാം മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടി വരുന്നു. അപ്പോഴാണ് അന്ന് രാത്രി ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അതായത് ബോംബെ പോലീസിൽ നിന്നും. ഇന്നലെ രാത്രി ബോംബെയിൽ വെച്ച് വിവാഹിതരായ ദമ്പതികളെ ഒരു അജ്ഞാതൻ ആക്രമിച്ചുവെന്നും അയാൾ കാണാൻ ബാബുവിനെ പോലെ ഉണ്ടെന്നും അവർ പരാതിപ്പെട്ടിട്ടുണ്ട്. ബോംബെ വരെ വരാമോ എന്ന് അവർ ചോദിക്കുന്നു. ഹീറോ ഉടനെ ബോംബെയിലേക്ക് തിരിക്കുന്നു. മറുവശത്ത് ആർമിക്കാരന്റെ ഭാര്യ മകളുടെ ഷൂ കണ്ടിട്ട് നെഞ്ചുപൊട്ടി കരയാണ്. ഇപ്പോൾ മെയിൻ വില്ലനായ ബാബുവിന്റെ കുട്ടിക്കാലാണ് കാണിക്കുന്നത്. ബാബു അന്നു മുതലേ വളരെ മോശക്കാരനായിരുന്നു. ഒരു പല്ലിത്തവളയെ വരെ അവൻ ക്രൂരമായി കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മ പോലും അവനെ പിശാചിന്റെ മകൻ എന്ന നിലയിലാണ് കണ്ടിട്ടുള്ളത്. അതിനു മുകളിൽ സ്വന്തം അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞതിന് സ്വന്തം കൂട്ടുകാരനെ ഒരു ബാത്റൂമിൽ പൂട്ടിയിട്ട് അവിടെയുള്ള തേനീച്ചക്കൂട് അവൻ ഇളക്കി വിടുന്നുണ്ട്. അതുകൊണ്ടാണ് അവനെ ആ ദുർഗുണ പരിഹാര പാഠശാലയിൽ അടച്ചത്. പ്രസന്റിൽ മുംബൈയിലെത്തുന്ന ഹീറോയോട് മുംബൈ പോലീസും പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പറയുന്നു. ബാബുവും രാജും ഇതിനു മുമ്പും മണി എന്നൊരു പയ്യനെ കൊന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ഏറ്റവും ഒടുവിൽ ഒളിവിൽ കഴിയാൻ വേണ്ടിയിട്ടാണ് ബാബു മുംബൈയിലേക്ക് വന്നത്. മുംബൈയിൽ ജഗ എന്ന പേരിലൊരു സുഹൃത്ത് അവനുണ്ട്. ബാല്യകാല സുഹൃത്തായതുകൊണ്ട് കുറച്ചു ദിവസം അവൻ അവിടെയാണ് നിന്നത്. ജഗയ്ക്ക് ഉടനെ വിവാഹമാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യയുമായി ആഗ്രയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന കാര്യം അവൻ ബാബുവിനോട് പറയുന്നുണ്ട്. അതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ശരി, ദമ്പതികൾക്ക് എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ബാബു മുംബൈയിൽ രാത്രി ടാക്സി ഓടിക്കുന്ന പോലെ കാറുമായി കറങ്ങുമ്പോഴാണ് ആ ദമ്പതികളെ കണ്ടത്. കാറ് റോഡരികിൽ ഒതുക്കി നിർത്തി ഭർത്താവിനെ അടിച്ച് ഒരിടത്ത് കെട്ടിയിട്ടിട്ട് അയാളുടെ കൺമുന്നിൽ വെച്ച് ഭാര്യയോട് വളരെ ക്രൂരമായി പെരുമാറി. പുറത്തു പറയാൻ കഴിയാത്തത്ര ക്രൂരതകൾ അവൻ അവളോട് ചെയ്തു. പോക്കറ്റിലുണ്ടായിരുന്ന പൈസയെടുത്ത് അവൻ അവിടെ നിന്നും പോയി. അവർ രണ്ടുപേരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ ഈ വിവരങ്ങൾ ഹീറോയോട് പറയുന്നു. ആ സംഭവത്തിൽ നിന്ന് ആ ഭാര്യയ്ക്ക് ഇനിയും മുക്തി നേടാൻ കഴിഞ്ഞിട്ടില്ല. ഭർത്താവിന്റെ മുഖത്ത് നോക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവരവിടെ പൊട്ടിക്കരയുന്നു. അവരുടെ വളർത്തുനായെ കൂടി അവൻ എടുത്തുകൊണ്ട് പോയെന്ന് അവർ പറയുന്നു.
കട്ട് ചെയ്താൽ 2 ദിവസം മുൻപുള്ള കഥ കാണിക്കുന്നു. ബാബു മുംബൈയിൽ നിൽക്കുമ്പോഴാണ് സുഹൃത്ത് രാജിൽ നിന്ന് കോൾ വരുന്നത്. ന്യൂസ് പേപ്പറിൽ വിവരങ്ങൾ വന്ന കാര്യം അറിഞ്ഞതിന് ശേഷം ബാബു മുംബൈയിൽ നിന്നും ആ പിൻകോഡ് പറഞ്ഞ സ്ഥലത്തേക്ക് ഒളിവിൽ പോകുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് മുംബൈയിൽ നിന്നും മറ്റൊരു വിവരം കൂടി ലഭിക്കുന്നു. അതായത് ബാബുവിന്റെ അമ്മയെക്കുറിച്ചുള്ള വിവരം. ബാബുവും രാജും ദുർഗുണ പരിഹാര പാഠശാലയിൽ വളർന്നതുകൊണ്ട് അവിടെ നിന്നും അഡ്രസ്സ് കണ്ടുപിടിച്ച് അവർ അമ്മയെ കാണാൻ പോകുന്നു. എന്നാൽ ആ അമ്മയുടെ അവസ്ഥ അവിടെ വളരെ ശോചനീയമാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നും ഇറങ്ങിയ ഉടനെ അവൻ എന്നോട് പ്രതികാരം ചെയ്യാനാണ് വന്നത്. അങ്ങനെ അവൻ പ്രതികാരം ചെയ്തതുകൊണ്ടാണ് തനിക്ക് ഈ ഗതി വന്നതെന്ന് അവർ പറയുന്നു. അവൻ ശരിക്കും ഒരു രാക്ഷസനാണ്, പിശാചന്റെ മകനാണെന്ന് പറഞ്ഞ് അവർ കരയാണ്. ഇത്രയും ക്രൂരതകൾ ചെയ്യുന്ന ബാബുവിനെ എങ്ങനെയെങ്കിലും പിടിച്ചേ തീരൂ, ഇല്ലെങ്കിൽ ഇനിയും അവൻ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുമെന്ന് ഹീറോ ഭയപ്പെടുന്നു. ഇപ്പോൾ ബാബുവിന്റെ ഫോട്ടോയും ഹീറോയ്ക്ക് ലഭിക്കുന്നുണ്ട്. മറുവശത്ത് ബാബു പ്രണയിക്കുന്ന ആ നഴ്സ് പത്രങ്ങളിൽ ബാബുവിനെയും രാജിനെയും അന്വേഷിക്കുന്ന വാർത്തകൾ കാണുകയാണ്. ദൈവമേ, ഒരു രാക്ഷസനെയാണോ താൻ പ്രണയിച്ചതെന്ന് ഓർത്ത് ആ പെൺകുട്ടി ഭയപ്പെടുന്നു. മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി അവൾ ഹോസ്റ്റലിലേക്ക് വരുന്നു. അവിടെ നോക്കുമ്പോൾ ആരോ വാതിൽ മുട്ടുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ ബാബു വന്ന് നിൽക്കുകയാണ്. ബാബുവിന്റെ തനി നിറം മനസ്സിലായിട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ ബാബുവിനോട് സാധാരണ പോലെ സംസാരിക്കുന്നു. ബാബു അവളെ പ്രണയിക്കുന്ന കാര്യം മനസ്സിലാക്കി ഹീറോ അവളെ രക്ഷിക്കാൻ ഹോസ്പിറ്റലിൽ എത്തുന്നു. അപ്പോഴാണ് ഹോസ്റ്റലിലേക്ക് പോയതറിഞ്ഞ് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഇവിടെ ഹോസ്റ്റലിൽ കാമുകിയുടെ കയ്യിൽ ആ ന്യൂസ് പേപ്പർ ഇരിക്കുന്നത് ബാബു കാണുന്നു. ഇപ്പോൾ കാമുകി അവനെ അടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ നിനക്കും എന്നെ വിശ്വാസമല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ആ സൈക്കോ പുറത്തു വരികയും കാമുകിയെ കൊന്നിട്ട് ബാബു അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഹീറോ സംഭവ സ്ഥലത്തെത്തുമ്പോൾ നഴ്സ് മരിച്ചു കിടക്കുകയാണ്. ഇവിടെ നിന്നും ബാബു രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് ഹീറോയ്ക്ക് വല്ലാത്തൊരു ദേഷ്യം വരുന്നു. അപ്പോഴാണ് ബാബുവിന്റെ ഡ്രസ്സ് അവിടെ കിടക്കുന്നത് ഹീറോ ശ്രദ്ധിക്കുന്നത്. അതിൽ നസീം എന്ന പേര് എഴുതിയിട്ടുണ്ട്. ആ പേരുള്ള വ്യക്തിയെ അന്വേഷിച്ചു പോകുമ്പോൾ മറ്റാരുമല്ല, മുംബൈയിൽ ബാബുവിന് അഭയം നൽകിയ സുഹൃത്ത് ജഗ എന്ന് പറയുന്ന ആ സുഹൃത്ത് നടത്തുന്ന തുണിക്കടയുടെ പേരാണെന്ന് മനസ്സിലാവുന്നു. അവൻ വിവാഹം കഴിഞ്ഞ് ഭാര്യയോടൊപ്പം ആഗ്രയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അവനെയും ഹീറോ പിടിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. സർ, നിങ്ങൾ പറയുന്നൊന്നും എനിക്കറിയില്ല. ബാല്യകാല സുഹൃത്തായതുകൊണ്ട് മാത്രമാണ് അവനെ താമസിക്കാൻ അനുവദിച്ചത്. അവൻ ഇത്രയും മോശക്കാരനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം എന്നവൻ പറയുന്നു. ഞങ്ങൾ ആഗ്രയിലേക്ക് പോകാൻ വെച്ചിരുന്ന ടിക്കറ്റ് കാണാനില്ല സർ. ഒരുപക്ഷെ അവൻ ആഗ്രയിലേക്ക് പോയിട്ടുണ്ടാവും എന്നും അവൻ ഹീറോയോട് പറയുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഉടനെ മുംബൈയിൽ നിന്നും ഫ്ലൈറ്റ് പിടിച്ച് പ്രസന്റിൽ ആഗ്രയിലുള്ള ആ 2 വില്ലന്മാരെയും പിടിക്കാൻ അവൻ അവിടെ പോകുന്നു. അതെ, ബാബു തന്റെ സുഹൃത്ത് രാജിനോട് പറഞ്ഞ ആ കോഡ് വേർഡ് ആഗ്രയുടേതായിരുന്നു. അങ്ങനെ രാജും ബാബുവും ഇപ്പോൾ ആഗ്രയിലുണ്ട്. അപ്പോഴാണ് കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവം ഹീറോ ഓർക്കുന്നത്. ഡോക്ടർ അംബേദ്കർ സംസാരിക്കുന്നത് ഹീറോ അച്ഛനോടൊപ്പം കേൾക്കാൻ പോയിട്ടുണ്ട്. ഒരു മനുഷ്യൻ എത്രത്തോളം സത്യസന്ധനായിരിക്കണം, ഒരു സത്യം പുറത്തു കൊണ്ടുവരാൻ എത്ര കഷ്ടപ്പെട്ടാലും അത് പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ ഹീറോയ്ക്ക് നന്നായിട്ട് അറിയാം. അത് ഹീറോയ്ക്ക് ഒരു ഇൻസ്പിറേഷനാണ്. കഥ പ്രസന്റിലേക്ക് വരുന്നു. രാജും ആഗ്രയിൽ വന്ന് ബാബുവിനെ അന്വേഷിച്ച് നടക്കുന്നു. ബാബു ഇപ്പോൾ തല മൊട്ടയടിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് അവർ കണ്ടുമുട്ടുന്നു. രണ്ടുപേരും സേഫ് ആണല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുകയാണ്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് അവിടെയുള്ള ഒരു പോലീസുകാരൻ ശ്രദ്ധിക്കുന്നു. അയാൾ അവരെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഇപ്പോൾ ഹീറോ ആഗ്രയിൽ എത്തിയിട്ടുണ്ടല്ലോ. അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവരെ പിടിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ പോലീസുകാരൻ വന്ന റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ രണ്ടുപേരെയും കണ്ടു. അതിനുള്ളിൽ അവർ രക്ഷപ്പെട്ടു. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിലാണ് അവർ പോയത്. അതിൽ ബാബു തല മൊട്ടയടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് ഈ കേസ് കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേസ് കൈമാറിയതിനു ശേഷവും ഹീറോ അന്വേഷണം തുടരുന്നതുകൊണ്ട് ഹീറോയെ സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആഗ്ര പോലീസിൽ നിന്നും ആ വിവരം മറച്ചുവെച്ച് ഹീറോ അവരോടൊപ്പം ചേർന്ന് ആഗ്ര മുഴുവൻ 2 കുറ്റവാളികൾ ഒളിച്ചിരിപ്പുണ്ട്, അവരെ കണ്ടാൽ ഉടനെ അറിയിക്കണം, ജനങ്ങൾ 2 ദിവസത്തേക്ക് സൂക്ഷിക്കണമെന്ന് നോട്ടീസ് ഒട്ടിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇതറിയുന്ന ബാബുവും രാജും സേഫ് ആയിരിക്കാൻ ഒരു വീട്ടിൽ കയറുന്നു. അവിടെയുള്ള പ്രായമായ അമ്മുമ്മയെയും അങ്കിളിനെയും ഭീഷണിപ്പെടുത്തി ആ വീട്ടിൽ തന്നെ ഇപ്പോൾ സേഫായി ഇരിക്കുകയാണ്. ഇപ്പോൾ ആഗ്ര പോലീസിനും ഹീറോയെ സസ്പെൻഡ് ചെയ്ത കാര്യം മനസ്സിലാവുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു പോലീസുകാരന് ഞങ്ങൾ എന്തിനു സഹായിക്കണം, ഇനി ഈ കേസ് നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് ഹീറോയെ സ്റ്റേഷനിൽ തന്നെ ഇരുത്തുന്നു. ഞാൻ പോയില്ലെങ്കിൽ അവർ രണ്ടുപേരും രക്ഷപ്പെടും, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറച്ചൊന്നും മനസ്സിലാക്ക് എന്ന് ഹീറോ എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. ഇപ്പോൾ ബാബുവും രാജും രക്ഷപ്പെടാനായി ഒരു തോക്ക് വാങ്ങാൻ വിചാരിക്കുന്നു. ബാബുവിനോടൊപ്പം ചേർന്ന് രാജും ഇപ്പോൾ തല മൊട്ടയടിക്കുന്നു. അവരൊരു തോക്ക് വാങ്ങുന്നു. ഇവർ രണ്ടുപേരും താജ്മഹലിന്റെ അവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ദൂരെ നിന്നും പോലീസുകാർ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പോലീസുകാരെ പറ്റിച്ച് രാത്രി ട്രെയിൻ കയറി കന്യാകുമാരിയിലേക്ക് രക്ഷപ്പെടുക എന്നതാണ്. ഈ വിവരം സ്റ്റേഷനിലിരിക്കുന്ന ഹീറോയും അറിയുന്നു. അവൻ സ്റ്റേഷനിൽ നിന്നും പോലീസിന്റെ അനുവാദം ഇല്ലാതെ പുറത്തിറങ്ങുന്നു. എങ്ങനെയെങ്കിലും ആ ട്രെയിനിൽ വെച്ചെങ്കിലും ഇവരെ പിടിക്കണം എന്നിവൻ തീരുമാനിക്കുന്നു. ഇവിടെ ബാബുവും രാജും വാങ്ങിയ തോക്ക് വെച്ച് പോലീസുകാരെ ആക്രമിച്ച് ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ നോക്കുന്നു. ഇപ്പോൾ ഹീറോ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ്. ആഗ്ര പോലീസിനോട് ഇപ്പോഴെങ്കിലും എന്നെ സഹായിക്ക് എന്ന് പറഞ്ഞ് അവനൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. മഫ്തിയിൽ ചില പോലീസുകാരെ കന്യാകുമാരി ട്രെയിനിൽ കയറ്റിയിരുത്തുന്നു. ഇപ്പോൾ അതേ ട്രെയിനിൽ നമ്മുടെ ഹീറോയും കയറുന്നു. ഓരോ കമ്പാർട്ട്മെന്റിലായി ഇവർ അന്വേഷിച്ചു പോവാണ്. അപ്പോഴാണ് ഒരിടത്ത് ബാബു ഇരിക്കുന്നത് ഹീറോ കാണുന്നത്. രാജിനെ ഹീറോ കൈയോടെ പിടിക്കുന്നു. എന്നാൽ ബാബു മുന്നോട്ടേക്ക് വന്ന് എൻ്റെ സുഹൃത്തിന് എന്തെങ്കിലും ചെയ്താൽ ഈ സാധാരണ ജനങ്ങളെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ,
പക്ഷെ നിനക്ക് ഒരാളെ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ. എന്നാൽ നിന്നെ വിട്ടാൽ നീ പലരെയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നീ ഇവരെ എന്ത് ചെയ്താലും ഞാൻ നിന്നെ പിടിക്കുക തന്നെ ചെയ്യും എന്ന് ഹീറോ പറയുന്നു. കുറച്ചു കഴിയുമ്പോൾ രാജിനെ ഹീറോ മറ്റൊരു പോലീസുകാരനെ ഏൽപ്പിക്കുന്നു. മഫ്തിയിലുണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരൻ ബാബുവിനെ കൈയോടെ പിടിക്കുന്നു. ഇപ്പോൾ ഹീറോ ബാബുവിനെ തന്റെ കൈകൊണ്ട് തന്നെ പിടിക്കുകയാണ്. ഇതിനുശേഷം ഹീറോയ്ക്ക് എത്രത്തോളം ദേഷ്യം വന്നിട്ടുണ്ടാവും എന്ന് ഊഹിക്കാലോ. ഇവൻ എത്ര പേരോട് ഈ ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് ഹീറോ അവനെ അവിടെ വെച്ച് തന്നെ പൊതിരെ തല്ലുന്നു. ഇപ്പോൾ ഈ കേസ് അവസാനിക്കുകയാണ്. ആ അമ്മയും അച്ഛനും വന്ന് തങ്ങളുടെ മക്കളുടെ അസ്ഥി നിമഞ്ജനം ചെയ്യുന്നു. ഹീറോ തന്റെ വീട്ടിലേക്ക് വരുന്നു. അച്ഛനോട് താൻ ദേഷ്യപ്പെട്ടതിനൊക്കെ അവൻ സോറി ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സംഭവം കാണിക്കുന്നത്. ശരിക്കും ആ ചിത്രയും അനിയനും എങ്ങനെയാണ് ഇവർ രണ്ടുപേരുടെയും കയ്യിൽപ്പെട്ടതെന്ന് കാണിക്കുകയാണ്. അന്ന് ഒരു 2 വീലറിൽ വന്ന് അവർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നു. ഭയങ്കര മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഓൾറെഡി റേഡിയോ സ്റ്റേഷനിൽ പോയി പാട്ട് പാടേണ്ടതാണ്, അല്ലെങ്കിൽ സമയം വൈകും. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നിൽക്കുമ്പോഴാണ് ബസ്സും വരാത്തതുകൊണ്ട് കാറിൽ ലിഫ്റ്റ് ചോദിച്ചു പോവാന്ന് അവർ വിചാരിക്കുന്നത്. അപ്പോഴാണ് ബാബുവും രാജും ആ കാറിൽ വരുന്നത്. ആ കാറിൽ അവർ ലിഫ്റ്റ് ചോദിക്കുന്നു. കാറിൽ കയറിയതിനു ശേഷമാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. പിൻ സീറ്റിൽ വാതിൽ തുറക്കാനുള്ള ആ പിടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തു നിന്നും വാതിൽ തുറന്നാൽ മാത്രമേ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയൂ. അങ്ങനെ അവർ ആ ട്രാപ്പിൽ പെട്ടുപോയെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ചേച്ചിയെ രക്ഷിക്കാൻ ആ അനിയൻ ഒരുപാട് പോരാടുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും അവരെ പുറത്തു വിടാതെ ഒരു കാടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് ആ മോശമായ സംഭവം നടക്കുന്നത്. ഇപ്പോൾ കമ്മീഷണർ നമ്മുടെ ഹീറോയെ വിളിച്ച് അഭിനന്ദിക്കുന്നു. നമ്മളെ പോലുള്ള ആളുകളൊക്കെ ഈ നിലയിൽ എത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ എത്തിക്കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഒരു പാഠമായിരിക്കും. അങ്ങനെ ഒരു പാഠം നീ ഇപ്പോൾ കാണിച്ചു കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ആ വിധി ദിവസം വരികയാണ്. ഇവർ രണ്ടുപേരെയും കോടതിയിൽ കൊണ്ടുപോകുന്നു. ജനങ്ങളെല്ലാവരും ഇവർക്കെതിരെ വലിയ പ്രതിഷേധം നടത്തുകയാണ്. കേസ് പരിഗണിച്ച ന്യായാധിപൻ യാതൊരു മടിയും കൂടാതെ ഇരുവർക്കും വധശിക്ഷ വിധിക്കുന്നു. അതെല്ലാവരും സന്തോഷിച്ച് ആഘോഷിക്കുന്നു. അങ്ങനെ നിയമം അതിന്റെ കടമ നിർവഹിക്കുന്നു. ഇപ്പോൾ ഹീറോയും അവസാനമായി തന്റെ കാമുകിയോടൊപ്പം ഒന്നിച്ച് ജീവിക്കുന്നതായും ഇതിനുശേഷം ഒരുപാട് കേസുകൾ കണ്ടുപിടിക്കാൻ പോകുന്നതായും കാണിക്കുന്നുണ്ട്. അവസാനം വീണ്ടും ചിത്രയും അനിയനെയും കാണിക്കുന്നു. ഒരുപക്ഷെ അന്ന് അവർ ആ കാറിൽ കയറാതെ ലിഫ്റ്റ് ചോദിക്കാതെ ആ മഴയത്ത് ഓടിപ്പോയിരുന്നെങ്കിൽ അവർ നല്ല രീതിയിൽ ആ പാട്ട് പാടിയേനെ. അവരുടെ അച്ഛനും അമ്മയും റേഡിയോയിൽ അത് കേട്ട് ആസ്വദിച്ചേനെ. അങ്ങനെ ഇത് കാണിച്ച ഈ സീരീസിന്റെ കഥ അവസാനിക്കുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു കഥ? ഇഷ്ടപ്പെട്ടോ? ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.